മർക്കസിൻ പൂവനത്തിലെ മറുമാറം മീട്ടും തെന്നലെ മുത്തല്ലിമീങ്ങൾ പാടുമാ റജസിന്റെ ഈണം കേട്ടുവോ മർക്കസിൻ പൂവനത്തിലെ മറുമാറം മീട്ടും തെന്നലെ മുത്തല്ലിമീങ്ങൾ പാടുമാ റജസിന്റെ അഹ്ലുസുന്നയുടെ ആഗോള ജാലകം www.sunniOnlineClass.com. ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. ഖുർആൻ, ഹദീസ്, വിശ്വാസം, കർമ്മശാസ്ത്രം, ആത്മസംസ്കരണം, വാർത്തകൾ, ഇസ്ലാമിക കലാസാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക, UK, ഈജിപ്ത്, ഓസ്ട്രേലിയ, സുഡാൻ, ജപ്പാൻ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷകമായ പ്രോഗ്രാമുകൾ, പ്രശസ്ത സുന്നി പണ്ഡിതരുടെയും വിദഗ്ധരുടെയും ദർസുകൾ, പഠന ക്ലാസുകൾ, ദിക്ർ ദുആ മജ്ലിസുകൾ, സംവാദങ്ങൾ, ചോദ്യോത്തര വേദികൾ, തത്സമയ ന്യൂസുകൾ, ഇങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ. മർക്കസിൽ നിന്നുള്ള കാന്തപുരം AP ഉസ്താദിന്റെ ബുഖാരി ക്ലാസ്, സൗദിയിൽ നിന്നുള്ള MA ഉസ്താദിന്റെ ബുഖാരി ദർസ്, മാദിൻ സ്വലാത്ത് നഗറിൽ നിന്നുള്ള സ്വലാത്ത് മജ്ലിസ്, കൊണ്ടൂർ ഉസ്താദ് മക്കാമിൽ നിന്നുള്ള ബുർദ മജ്ലിസ്, ഇങ്ങനെ നിരവധി തത്സമയ പണ്ഡിത സദസ്സുകൾ. ലോകത്തിലെ ആദ്യത്തെ മലയാള ഇസ്ലാമിക് ഓൺലൈൻ ക്ലാസ് റൂമായ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ മാത്രം പ്രത്യേകതകളാണ്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ സംരംഭം പരിചയപ്പെടുത്തുക. ഒരിക്കൽ കൂടി ഓർക്കുക, അഹ്ലുസുന്നയുടെ ആഗോള ജാലകം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. സന്ദർശിക്കുക www.sunniOnlineClass.com. അസ്സലാമു. ഇന്ന് ഞാൻ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് എങ്ങനെ കയറാനെന്ന് പഠിപ്പിച്ചു തരാം. ആദ്യമായി സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് പ്രോഗ്രാം സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ സെലക്ട് ചെയ്യുക. അവിടെ www.sunniOnlineClass.com എന്ന് എൻ്റർ ചെയ്യുക. മെസ്സഞ്ചർ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി മെസ്സഞ്ചർ ക്ലിക്ക് ചെയ്യുക. അതിൽ സേവ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കുക. ക്ലോസ് ദിസ് ഡയലോഗ് ബോക്സ് വെൻ ഡൗൺലോഡ് കംപ്ലീറ്റ്സ് എന്ന സ്ഥലത്ത് ടിക്ക് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ ടിക്ക് ഉണ്ടെങ്കിൽ അതിനു മുകളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടിക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. അടുത്തതായി റൺ കൊടുക്കുക. അടുത്തതായി നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം ഐ അഗ്രി ടു ദ ഐറ്റംസ് ഓഫ് ദിസ് ലൈസൻസ് എഗ്രിമെന്റ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഫിനിഷ് കൊടുക്കുക. ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ അക്കൗണ്ട് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കേണ്ടതാണ്.
അടുത്തതായി രജിസ്റ്റർ കൊടുക്കേണ്ടതാണ്. രജിസ്റ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ടുണ്ടെങ്കിൽ യുവർ അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി സൈൻ ഇൻ ചെയ്യുന്നതാണ്. നമ്മുടെ ക്ലാസ് റൂമിൽ കയറാൻ വേണ്ടി ആക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ജോയിൻ എ ചാറ്റ് റൂം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏഷ്യ പസഫിക് ഓഷ്യാനിക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇന്ത്യയിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം കാണുന്നതാണ് നമ്മുടെ ക്ലാസ് റൂം, കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. അതിനുശേഷം ജോയിൻ കൊടുക്കുക. സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നത്തെ ലൈവ് പരിപാടികൾ അറിയാൻ വേണ്ടി ടുഡേസ് ക്ലാസ് ക്ലിക്ക് ചെയ്യുക. ഈ ലോകത്തിന്റെ മുഴുവനും ഉൽപ്പത്തി എവിടെന്നാണ്? ഇതിന്റെ ക്രമം ആരുടെ കയ്യിലാണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഗോളത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? തിരുവിട നിൽക്കുന്ന വിരിപ്പ് പോലെ കിടക്കുന്ന ഭൂമിയുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? മേലാപ്പ് പോലെയുള്ള ആകാശത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അതാ മാനത്തു നിന്ന് ചിമ്മിക്കാണിക്കുന്ന നക്ഷത്രങ്ങളുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? കൃത്യമായി ഉദയാസ്തമാനങ്ങൾ അടയാളപ്പെടുത്തുന്ന സൂര്യന്റെ അധികാരം ആരുടെ കയ്യിലാണ്? രാത്രി മനോഹരമായ താരല്യത്തോടെ വെളിച്ചം നൽകുന്ന ചന്ദ്രന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അതുപോലെ ലോകത്തിന്റെ മുഴുവനും അൾട്ടിമേറ്റ് കൺട്രോൾ ആരുടെ കയ്യിലാണെന്ന് ചോദിക്കുമ്പോ ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും ബൗദ്ധന്റെയും ജൈനന്റെയും മതമുള്ളവന്റെയും ഇല്ലാത്തവന്റെയും എല്ലാ വിവേകമുള്ളവരുടെയും മനസ്സിലേക്ക് വരുന്ന അവസാനത്തെ ഉത്തരമേതാണോ? ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും സർവാധികാരി ആരാ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ആലോചിക്കുക, വായുവിന്റെയും വെള്ളത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും മുഴുവനും അധികാരം ആരുടെ കയ്യിലാണോ അവനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന യൂണിവേഴ്സൽ ട്രൂത്താണ് പരിശുദ്ധമായ ഇസ്ലാം ഒന്നാമതായി വിഭാവനം ചെയ്യുന്നത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബ് രാജ്യത്ത് ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു ലീഡറെ ആരാധിക്കണമെന്നല്ല പറഞ്ഞത്. 6-ാം നൂറ്റാണ്ടിലെ ഏതെങ്കിലും ഒരു ലീഡറെ ആരാധിക്കണമെന്നല്ല പറഞ്ഞത്. മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരി ആരാണോ ഓരോരുത്തർക്കും ആലോചിക്കുക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം നടന്നുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സമയത്തെ അടയാളപ്പെടുത്തുകയാണ്. ആ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. അതിന്റെ അവസാനത്തെ ഉത്തരമായിരിക്കും സർവേശ്വരനായ സർവാധികാരിയായ സർവാധിപതിയായ പ്രപഞ്ചാധികാരിയായ ദൈവത്തിലേക്ക് എത്തിച്ചേരുക. അവനെ മാത്രം ആരാധിക്കണമെന്ന സർവ്വവ്യാപകമായ ഗ്ലോബലൈസ്ഡ് പ്രാപഞ്ചത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന സത്യത്തെയാണ് ഇസ്ലാം ഇവിടെ വിഭാവനം ചെയ്യുന്നത്. രണ്ടാമതായി പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കണമെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? അറബ് നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കുള്ള നേതാവാണോ? അല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. പ്രപഞ്ചത്തിനാകമാനം കാരുണ്യത്തിന്റെ അരുണസ്പർശങ്ങൾ നൽകുന്നതിനു വേണ്ടിയല്ലാതെ പ്രവാചകനെ നിയോഗിച്ചിട്ടില്ല എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. മുസ്തഫ ജാന റഹ്മത്ത് സലാം ലോകത്തിന് മുഴുവനും കാരുണ്യമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യ വിഭാഗത്തിന് മാത്രമല്ല, ചരിത്രം കൃത്യമായി പഠിച്ചാൽ പ്രപഞ്ചമാകമാനമുള്ള വസ്തുവകകൾക്ക് മുഴുവനും കാരുണ്യം നൽകുന്ന കാരുണ്യത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം ആ പ്രവാചകനെ നേതാവായി അംഗീകരിക്കണമെന്ന് പറയുമ്പോ നിങ്ങളോട് ആരോടും കമ്പൽഷൻ ഇല്ല. പ്രവാചകൻ മറ്റു മതക്കാരോട് സംയമനം കാണിച്ചവരാണ്, സൗഹാർദ്ദം കാണിച്ചവരാണ്.
കാണിച്ചവരാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളും ക്രൈസ്തവരുമെല്ലാം ഒരേ സഹകരണത്തോടുകൂടി രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം. വൈദേശികന്റെ വലിയ വലിയ ആയുധങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിരുമാറിലൂടെ വലിച്ചഴച്ചപ്പോ അവിടുന്ന് വൈദേശികന്റെ കീഴിൽ ഇവിടെ നിലകൊള്ളാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഇവിടെയുള്ള ഹൈന്ദവരും ക്രൈസ്തവരും ബൗദ്ധരും എല്ലാ മതക്കാരും ഒരേ സ്വരത്തിൽ ശക്തമായി പരിശ്രമിച്ചതിന്റെ പേരിലാണ് ബ്രിട്ടീഷുകാരന്റെ ബൂട്ടുകൾ വലിച്ചെറിയുവാനും അധികാരത്തിന്റെ തേറ്റകൾ അറബിക്കടലിലേക്ക് വലിച്ചൊഴിവാക്കാനും ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് കഴിഞ്ഞത്. സ്വാതന്ത്ര്യത്തിന്റെ മനോഹരമായ വായു അല്ലെങ്കിൽ മനോഹരമായ ഭൂമിയിലേക്ക് നമുക്ക് കടന്നു വരാൻ 1947 ഓഗസ്റ്റ് 15 കഴിഞ്ഞത് ഇവിടെയുള്ള മുസൽമാന്റെയും ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും എല്ലാ മതക്കാരന്റെയും സൗഹാർദ്ദത്തോടുകൂടിയുള്ള സമര മുന്നേറ്റങ്ങളുടെ റിസൾട്ടായിരുന്നു. അതുകൊണ്ട് സമീപ കാലഘട്ടത്തിൽ ബീഹാറിന്റെയും അതുപോലെയുള്ള പല രാജ്യങ്ങളിൽ നിന്നുമുണ്ടായ അപസ്വരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകാൻ പാടില്ല. ഹൈന്ദവനും തമ്മിൽ ഇവിടെ കൊല ചെയ്യപ്പെട്ടാലും അല്ലെങ്കിൽ മുസൽമാനും തമ്മിൽ ഇവിടെ തല്ലിയാലും മുസൽമാനും ഹൈന്ദവനും തമ്മിൽ ഇവിടെ ആക്രമണം നടത്തിയാലും മനുഷ്യന്റെ രക്തത്തിന്റെ മൂല്യം ഒന്നാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. ഇവിടെ എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യാവകാശത്തിന്റെ മുമ്പിൽ നമ്മളെല്ലാവരും സമതുല്യതയോടുകൂടി മുന്നോട്ട് പോകണമെന്ന മഹനീയമായ സിദ്ധാന്തത്തെയാണ് മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന മഹത്തായ സ്ഥാപനം അതിന്റെ വൈജ്ഞാനിക പ്രവർത്തനങ്ങളോടൊപ്പം സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത്. നിങ്ങൾക്കറിയുമോ, അങ്ങ് കാശ്മീരിന്റെ താഴ്വരയിൽ നിന്ന് ഓമന മക്കളെ കൊണ്ടുവന്ന മർക്കസു സഖാഫത്ത് സുന്നിയയുടെ മടിത്തട്ടിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും കാശ്മീരിന്റെ രോദനങ്ങളും കാശ്മീർ വിവാദങ്ങളും ഇവിടെ ഇലക്ഷന്റെ പ്ലാറ്റ്ഫോമുകളിൽ വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി മാറി മാറി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടാകാം. റൂളിംഗ് പാർട്ടിയും ഓപ്പോസിഷൻ ബെഞ്ചും പല വിഷയങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ പാവപ്പെട്ടവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും അനിവാര്യമായ വിദ്യാഭ്യാസം വകവെച്ചു കൊടുക്കുകയും ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി പുതിയ തലമുറയ്ക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യേണ്ടത് ഇവിടെയുള്ള പൗരപ്രമുഖന്മാരുടെ ഉത്തമമായ ബാധ്യതയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് ബീഹാറിന്റെ ചെറിയ ചേരി പ്രദേശങ്ങളിലും ഹരിയാനയുടെ പിന്നാമ്പുറങ്ങളിലും അങ്ങ് കശ്മീരിന്റെ താഴ്വരകളിലുമെല്ലാം കിടന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഏറ്റെടുത്തുകൊണ്ടുവന്ന് മർക്കസു സഖാഫത്ത് സുന്നിയയുടെ മണിമുറ്റത്ത് സമന്വയ വിദ്യാഭ്യാസം കൊടുക്കുകയും അതുപോലെ തന്നെ മറ്റു പല പ്രദേശങ്ങളിലും സ്ഥാപനങ്ങൾ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ വിജ്ഞാനം കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. മർക്കസിന്റെ അനാഥാലയത്തിലേക്ക് എത്തി പഠിക്കുവാൻ പ്രായമായിട്ടില്ലാത്ത ഓമന മക്കളെ മതത്തിന്റെ വ്യത്യാസമില്ലാതെ വർഗത്തിന്റെ വ്യത്യാസമില്ലാതെ 2000-ഓളം വരുന്ന അനാഥ മക്കളെയാണ് പിതാവ് മരിച്ചുപോയെങ്കിലും മാതാവിന്റെ ചൂടുകൂടി നഷ്ടപ്പെട്ടുകൂടാ, അതുകൊണ്ട് മാതാവിന്റെ അടുത്തു നിന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കൾക്ക് വേണ്ട പഠന ചെലവുകളും അവർക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങളും വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഓർഫൻ കെയർ സംവിധാനം മർക്കസ് നടത്തുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനം ബഹുമാനായ NK പ്രേമചന്ദ്രൻ മന്ത്രി അവർകളായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൽ. അതുപോലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും സമതുല്യ സമീപനമാണ് മർക്കസും നമ്മുടെ സ്ഥാപനങ്ങളും നിലനിർത്തുന്നത്. ഇവിടെ ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷവും ഉണ്ടാകാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഞങ്ങളുടെ മുഖ്യ അജണ്ടയല്ല. രാജ്യത്തിന്റെ ഗുണപരമായ പ്രവർത്തനത്തിന് ആരൊക്കെ സഹായിക്കുന്നു അവരോട് മുഴുവനും ഞങ്ങൾ സഹകരണത്തോടെ വർത്തിക്കുന്നു. രാജ്യത്തിന് ഭീഷണിയായി ആരെങ്കിലും എന്തെങ്കിലും ഉയർത്തുന്നു, ഇന്ത്യ മഹാരാജ്യം അനുശാസിച്ച നിയമത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അങ്ങനെ നിർമ്മാണാത്മകമായ രാജ്യത്തിന്റെ ക്രമബദ്ധമായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിക്കൊണ്ടാണ് നമ്മുടെ സ്ഥാപന പ്രസ്ഥാന സമുച്ചയങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ അരിമ സന്താനങ്ങൾ ഒരുപക്ഷെ വലിയ വലിയ വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിൽ പഠിക്കുന്നുണ്ടാകാം. അവർക്ക് അടിസ്ഥാനപരമായ ധാർമ്മിക മൂല്യങ്ങളും അമ്മയാര് ഉമ്മയാര് മാതാവാര് പിതാവാര് മൂല്യങ്ങളെന്ത് സാഹോദര്യമെന്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള നിയതമായ ധാർമ്മിക വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിലാണ് ഇന്ന് പല മക്കളും തെറ്റായ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, ഇവിടെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ സമീപകാലത്ത് പിടിക്കപ്പെടുകയുണ്ടായി. നിങ്ങൾ അതിന്റെ പ്രതികളാരാണെന്ന് പരിശോധിക്കുക. കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കരസ്ഥമാക്കിയവരുണ്ടാകാം, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡിഗ്രി കരസ്ഥമാക്കിയവരുണ്ടാകാം, അതുപോലെ തന്നെ മെഡിക്കൽ സയൻസിൽ ഡിഗ്രിയും ഡിഗ്രിക്ക് ശേഷമുള്ള പോസ്റ്റ് ഗ്രാജുവേഷനും കരസ്ഥമാക്കിയവരുണ്ടാകാം. ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ ഉന്നതങ്ങൾ കീഴടക്കിയവരാണ് സമീപകാലത്തെ ഒരുപാട് വലിയ വലിയ ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതികളായി ചേർക്കപ്പെട്ടതെങ്കിൽ കേവലമായ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രം മനുഷ്യനെ മനുഷ്യനാക്കാൻ കഴിയില്ല എന്നാണ് ഇത്തരം വാർത്തകൾ നമുക്ക് നൽകുന്ന ബോധം. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധം, പ്രപഞ്ചാധികാരിയെ
കുറിച്ചുള്ള ബോധം, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും മാനുഷികമായ കണ്ണോടെ കാണുവാനുള്ള വിശാലത, അതിനെയാണ് ഇസ്ലാം ലോകത്തോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മറ്റു മതക്കാർക്കും കൂടി കരുണയുടെ അരുണവർഷങ്ങളാണ് നൽകിയിട്ടുള്ളത്. ജൂതനോട് കശാപ്പ് നടത്തുവാനല്ല പ്രവാചകന്റെ സ്വരമുയർന്നത്, ക്രിസ്ത്യാനി ഇവിടെ ജീവിച്ചുകൂടാ എന്നല്ല പഠിപ്പിച്ചു തന്നത്. ഈ രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സ്വാതന്ത്ര്യ സമരവേളകളിൽ മുന്നണിയിൽ നിന്ന് മൗലാന മുഹമ്മദ് അലിയുടെയും ഷൗക്കത്ത് അലിയുടെയും ഒക്കെ സമരജ്വാലകൾ ഉയർന്നത് ഇന്ത്യ മഹാരാജ്യമെന്ന ഈ നമ്മുടെ ജന്മഭൂമിയുടെ ഈ രാജ്യത്തിന്റെ കൃത്യമായ മോചനത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സമന്വയ വിദ്യാഭ്യാസത്തിന്റെ സുമോഹനമായ പന്ഥാവിലൂടെ ആനുകാലിക സമുദായത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി വാർത്തെടുക്കുക എന്ന മഹത്തായ ദൗത്യത്തിലൂടെയാണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മർക്കസു സഖാഫത്തു സുന്നിയയുടെ വാർഷികത്തിലേക്ക് കേവലം ഒരു മതസ്ഥാപനത്തിന്റെയോ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയോ വാർഷികത്തിലേക്ക് മാത്രമല്ല ഞങ്ങൾ വിളിക്കുന്നത്. മർക്കസ് ഉയർത്തിപ്പിടിക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളെ നാം ഏറ്റെടുക്കാൻ കഴിയണം. ഭൗതികമായ സുഖം മാത്രം പോരാ, ഇതിനപ്പുറം ഒരു ലൈഫുണ്ട്. എന്നാൽ മാത്രമേ ഈ ജീവിതത്തിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് പാരത്രികമായ പറുദീസയ്ക്ക് വേണ്ടി നമുക്ക് അധ്വാനിക്കാൻ കഴിയണം. അതുപോലെ നമ്മുടെ ഇടയിൽ കിടക്കുന്ന പാവപ്പെട്ടവരെ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. വലിയ വലിയ മാളികകൾ വെച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നമ്മുടെ താഴ്വാരങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത പാവങ്ങളുണ്ട്. തിരിഞ്ഞു പോകാൻ പാടില്ല. പുതിയ തലമുറ സമകാലിക വിഷയങ്ങളിൽ ബോധവാന്മാരാകാൻ പാടില്ല എന്ന് കുത്തക കമ്പനികൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരുടെ കയ്യിലേക്ക് മൊബൈൽ വന്നത്, അവരുടെ ചെവിയിലേക്ക് FM വന്നത്. തെരുവിലൂടെ സഞ്ചരിക്കുന്ന പുതിയ തലമുറയിലെ യുവാവ് എവിടെങ്കിലും കിടന്നുകൊണ്ട് വാവിട്ട് എനിക്കൊരു നേരത്തെ ഭക്ഷണം തരണേ എന്ന് വിളിച്ചു പറയുന്ന പാവപ്പെട്ടവന്റെ നിലവിളി കേൾക്കാൻ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് കഴിയുന്നില്ല. എന്താ കാരണം? അവരുടെ ചെവിയിൽ FM ആണ്, എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് കിടന്നുകൊണ്ട് യാചിക്കുന്ന പാവപ്പെട്ടവനെ കാണാൻ നേരമില്ല. എന്തുകൊണ്ട്? അവന്റെ മുമ്പിൽ സ്ക്രീനുകൾ മിന്നിമറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രതികരണ ശേഷിയില്ലാത്ത ടെക്നോ സംവിധാനങ്ങളുടെ അഡിക്റ്റായ പുതിയൊരു തലമുറയാണ് ഇന്നത്തെ സംവിധാനങ്ങൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം സമൂഹത്തിന്റെ ഭാഗങ്ങളാകണം. എന്നിട്ട് സമൂഹത്തിന്റെ ദീനരോധനങ്ങൾ അറിയണം. സുഭിക്ഷമായി രാവിലെ ഭക്ഷണം കഴിച്ച് മനോഹരമായ കാറിൽ കയറി ഞാൻ എന്റെ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ തൊട്ടടുത്ത അയൽവാസി ഓലമേഞ്ഞു കിടക്കുന്ന പാവപ്പെട്ട വീട്ടിലെ പ്രിയപ്പെട്ട മക്കൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന ഒരു സാമൂഹ്യ ബോധം നമ്മുടെ മനസ്സിൽ വളർന്നു വരേണ്ടതുണ്ട്. അങ്ങനെ ഈ നാട്ടിലെ മുഴുവൻ പണമുള്ളവരും സമ്പന്നന്മാരും വിചാരിച്ചാൽ നമ്മുടെ ഈ പ്രദേശത്ത് പാവപ്പെട്ടവരുണ്ടാകുമോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മുതലാളിയുടെ വിഹിതം പാവപ്പെട്ടവന് നൽകേണ്ട നിർബന്ധമായ വിഹിതം നൽകിയാൽ ഇവിടെ പാവപ്പെട്ടവരില്ലാത്ത രാജ്യമായി മാറും. അങ്ങനെ ഒരു സക്കാത്ത് സംവിധാനം മനോഹരമായി ഇസ്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വൻമതിലുകൾ കെട്ടി ഉയർത്തി ബഹുനില മാളികകളിൽ ജീവിക്കുന്ന ആധുനിക മനുഷ്യന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന മനുഷ്യന്റെ വേദന അറിയുന്നില്ല. ഒരേ ഫ്ളാറ്റിൽ തന്നെ ഒരു മതിലിന് അപ്പുറത്ത് കിടക്കുന്നവൻ മരിച്ച് ജീർണിച്ച് ശവം പുഴുവെടുത്തിട്ട് പോലും അറിയാത്ത റിപ്പോർട്ടുകൾ ഒരുപക്ഷെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. അങ്ങനെ നെയ്ബേഴ്സിനോട് ബന്ധമില്ലാത്ത, റിലേറ്റീവ്സിനോട് ബന്ധമില്ലാത്ത, കുടുംബങ്ങളോട് ബന്ധമില്ലാത്ത, ചാർച്ചക്കാരോടും ചേർച്ചക്കാരോടും യാതൊരു സഹകരണവുമില്ലാത്ത, കേവലം തന്നിലേക്ക് മാത്രം ഒതുങ്ങിയ ഒരു പുതിയ തലമുറയായി ജഡീകരിക്കപ്പെട്ട പുതിയ സമുദായം വരുമ്പോ പരസ്പര ബാധ്യതയും കടപ്പാടുമുള്ള സഹകരണമുള്ള ഒരു പുതിയ സമൂഹത്തിന്റെ സൃഷ്ടിപ്പിനാണ് ഇത്തരം ജനകീയമായ പ്രവർത്തനങ്ങളും സേവനങ്ങളും ഇവിടെ നടക്കേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, പാവപ്പെട്ടവരെ സഹായിക്കണമെന്നും അവർക്ക് വേണ്ടി നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നും സൂചിപ്പിച്ചുകൊണ്ട് പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെട്ടവരെ ഉന്നതങ്ങളിൽ ഉദ്ഘോഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തെയും ആശയവുമാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് കൈമാറ്റം നടത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഈ സമുദായത്തിൽ ജീവിക്കുമ്പോ പാവപ്പെട്ടവരേത് മതവിഭാഗക്കാരനായാലും, തൊട്ടടുത്ത് ജീവിക്കുന്നവൻ ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, എനിക്കവനോട് അയൽവാസി എന്ന വലിയൊരു കടപ്പാടുണ്ടെന്നുള്ള തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അവന്റെ വേദനകളിൽ പങ്കാളിയാകണം. അവന് ആവശ്യമുള്ളപ്പോൾ നിറവേറ്റി കൊടുക്കണം. മോഡേൺ ബാങ്കിംഗ് സംവിധാനങ്ങൾ പരസ്പര സഹായങ്ങളെയാണ് തകർത്ത് കളഞ്ഞത്. കാരണം എന്റെ 10 കൊടുത്താൽ 12 കിട്ടുന്ന വലിയ പലിശാധിഷ്ഠിതമായ സംവിധാനങ്ങൾ വന്നപ്പോ പാവപ്പെട്ടവനെ സഹായിക്കാൻ ആളില്ലാതെയായി. പാവപ്പെട്ടവന്റെ ഉള്ള പുരയിടത്തിന്റെ പ്രമാണവും വാങ്ങി കുത്തക ബാങ്കുകൾ ഇപ്പോൾ
മുഴുവൻ ലേലത്തിലേക്ക് പോവുകയാണ്. ഈ രൂപത്തിൽ തലതിരിഞ്ഞ സാമ്പത്തിക സംവിധാനത്തിലേക്ക് ലോകം കടന്നു വരുമ്പോ ഒരു സഹകരണാധിഷ്ഠിതമായ മനുഷ്യ സമൂഹത്തെയാണ് നമുക്കിവിടെ ഉണ്ടാകേണ്ടത്. അവിടെയാണ് മർക്കസു സഖാഫത്തു സുന്നിയ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ അമരക്കാരൻ ഖമറുൽ ഉലമ കാന്തപുരം എ പി ഉസ്താദ് അവர்கள் MP ഫണ്ടിന്റെയോ MLA ഫണ്ടിന്റെയോ രാജ്യത്തിന്റെ ഖജനാവോ ഉപയോഗിച്ചുകൊണ്ടല്ല ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഇന്ന് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ചെവിടെന്നാണെന്നറിയുമോ? ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ പോയി വേദനകൾ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ 10 യതീമുകളുണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസത്തിന് കഴിവില്ലാത്തവരുണ്ട് അവരെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന 5ഉം 10ഉം 15ഉം 50ഉം 100ഉം 500ഉം ഒക്കെ കൈവെള്ളയിലേക്ക് വാങ്ങിക്കൊണ്ടാണ് ഇത്രയും മഹത്തായ ഒരു പ്രസ്ഥാനത്തെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും അതുപോലെ സഹകരണ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗവൺമെന്റിനെ പോലും ചിലപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ് മർക്കസു സഖാഫത്തു സുന്നിയുടെ പദ്ധതികൾ ഇവിടെ നിറവേറ്റപ്പെട്ടത്. കാരണം പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന സമ്പ്രദായം ഇവിടെ സംഘടന നിർവഹിച്ചു കഴിഞ്ഞു. 50-ലേറെ വരുന്ന പാവപ്പെട്ട പെൺകുട്ടികൾക്ക് SYSന്റെ 50ാം വാർഷിക സമ്മേളനത്തിൽ മാത്രം നമ്മൾ അവർക്ക് മംഗല്യ ഭാഗ്യത്തിനു വേണ്ടി വേദി ഒരുക്കി കൊടുത്തു. ഇതുപോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്ന കാലം കണ്ട ഭീഷണാശാലി, അവിടുത്തെ വിവേകം വേണമെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പണയം വെച്ചുകൊണ്ട് അധികാരത്തിന്റെ ഇന്ദ്രപ്രസ്ഥങ്ങളിൽ എത്താമായിരുന്നു. അവിടുത്തെ മസ്തിഷ്കവും അധ്വാനവും വേണമെങ്കിൽ കച്ചവട മേഖലയിലേക്ക് തിരിച്ചുവിട്ട വമ്പൻ മുതലാളിയാകാമായിരുന്നു. പക്ഷേ ലഭിച്ച ബുദ്ധിയും ലഭിച്ച വിവേകവും നേതൃപാഠവുമെല്ലാം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, ഈ സമുദായത്തിന്റെ സേവനത്തിനു വേണ്ടി, പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി വിനിയോഗിച്ചതിന്റെ പേരിൽ രാജ്യാതിർത്തികൾ ഭേദിച്ചുകൊണ്ട് മക്കയിലെ പ്രമുഖരായ പണ്ഡിതന്മാരെ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വിളിക്കുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി തങ്ങളുടെ മകൻ അഹമ്മദ് മാലിക്കി പരിശുദ്ധമായ ഹറമിന്റെ സമീപത്ത് ദർസ് നടത്തുന്ന പണ്ഡിതനാണ്. മുഹമ്മദ് മാലിക്കി തങ്ങളുടെ കുടുംബം അബ്ബാസ് മാലിക്കി പരിശുദ്ധമായ മക്കത്ത് ദർസ് നടത്തുന്ന പണ്ഡിതനാണ്. അവരെല്ലാവരും ഒരു മതകീയമായ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കേരളത്തിലെ കോഴിക്കോട് കാന്തപുരത്ത് ജനിച്ച കാരന്തൂരിൽ ഇന്ന് ഓഫീസായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനോട് വിളിച്ചു ചോദിക്കുന്നു, പ്രിയപ്പെട്ട ശൈഖ് അബൂബക്കർ അഹ്മദ്, ഞങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് തീരുമാനമെടുക്കേണ്ടത്? മക്കത്തെ പള്ളിയിലെ ഹറമിലെ ബാബുസലാമിൽ ദർസ് നടത്തിയിരുന്ന പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അലവി ബിൻ അബ്ബാസ് മാലിക്കി എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ കുടുംബം മക്കയിലെ ഇന്നും അറിയപ്പെടുന്ന പണ്ഡിത തറവാടാണ്. അവർ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വിളിക്കുന്നു ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ. അങ്ങ് യമൻ എന്ന് പറയുന്ന രാജ്യത്ത് തരീം എന്ന് പറയുന്ന ലോക ഇസ്ലാമിക സാംസ്കാരികതയുടെ തലസ്ഥാനമാണ്. അവിടെ ജീവിക്കുന്ന ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഹഫീൽ ദാറുൽ മുസ്തഫ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് യമനിലെ പ്രദേശത്ത് സന്ദർശിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളവരാണ്. അവിടുത്തെ ഉമർ ബിൻ ഹഫീൽ മതകീയമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വിളിക്കുന്നു ബഹുമാനപ്പെട്ട ശൈഖ് അബൂബക്കർ അഹ്മദ് എന്ന് അവർ വിളിക്കുന്ന കാന്തപുരം ഉസ്താദിനെ. അങ്ങ് UAE-യിലെ അലിയുൽ ജിഫ്രി എന്ന് പറയുന്ന മതകാര്യ വിഭാഗത്തിൽ ഏറ്റവും വലിയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഒരാളായ അലിയുൽ ജിഫ്രിയും അലിയുൽ ഹാഷിമിയും വിളിക്കുന്നു, അല്ലയോ ശൈഖ് അബൂബക്കർ അഹ്മദ്, ഞങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് തീരുമാനമെടുക്കേണ്ടത്? അതുപോലെ തന്നെ ഈജിപ്തിലെ ജാമിഅത്തുൽ അസ്ഹർ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ഇസ്ലാമിക സർവകലാശാല, അത് മർക്കസു സഖാഫത്തു സുന്നിയ സന്ദർശിക്കുകയും ഇവിടത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അസ്ഹർ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ജാമിഅത്തുൽ അസ്ഹർ എന്ന് പറയുന്ന ഈജിപ്തിലെ ലോകപ്രസിദ്ധമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലാലയത്തിന്റെ അംഗീകാരമുള്ള അഫിലിയേഷനുള്ള ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് മർക്കസു സഖാഫത്തു സുന്നിയ. അവിടുത്തെയും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വിളിക്കുന്നത് ശൈഖ് അബൂബക്കർ അഹ്മദ് എന്ന കാന്തപുരം ഉസ്താദിനെയാണ്. മൊറോക്കോയിലെ പണ്ഡിത സഭയിൽ നിന്ന് വിളിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെയാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നിരവധി മദ്രസകൾക്ക് പാഠപുസ്തകം എത്തിച്ചു കൊടുക്കുന്നത് കോഴിക്കോട് മർക്കസിന്റെ ഓഫീസിൽ നിന്ന് ഇംഗ്ലീഷിലും ഉറുദുവിലും ഉണ്ടാക്കിയ പാഠപുസ്തകങ്ങളാണ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം, പാവപ്പെട്ട രാജ്യങ്ങളിലേക്ക് പോയി അവിടുന്ന് അവകാശം നിഷേധിക്കപ്പെട്ടവർക്ക് വിദ്യാഭ്യാസവും സൗകര്യവും ഒരുക്കി കൊടുക്കാൻ അധ്വാനിച്ചു
പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതവരേണ്ടരെ ഒരുപക്ഷെ കേരളീയരായ നമുക്ക് വായിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടാകില്ല, അറിയാൻ വേദിയുണ്ടായിട്ടില്ല. ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയ അറബി പാഠപുസ്തകങ്ങൾ UAE-യിലെ മതകാര്യ വകുപ്പ് അംഗീകരിച്ച് ഇപ്പോൾ അവിടുത്തെ വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അറബ് രാജ്യത്ത് പഠിപ്പിക്കാൻ മലയാണ്മയിൽ നിന്നുണ്ടാക്കിയ അറബി ഗ്രന്ഥങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക സാരഥ്യത്തിന്റെ അമരത്തിരുന്നുകൊണ്ട് അതുല്യമായി സേവനം ചെയ്ത പണ്ഡിതവരേന്മാർ മലബാറിനുണ്ട്. ബഹുമാനപ്പെട്ട ഗൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനിയിൽ നിന്ന് ഫത്ഹുൽ മുഈൻ രചിച്ചു. ആ കാലഘട്ടത്തിൽ ഫത്ഹുൽ മുഈന് തുല്യമായ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥം ഒരൊറ്റ അറബ് രാജ്യത്ത് പോലും രചിക്കപ്പെട്ടിട്ടില്ല. ആ ഫത്ഹുൽ മുഈൻ അവിടെ നിന്ന് രചിച്ചിട്ട് അതിന്റെ അംഗീകാരം കൊടുക്കാൻ വന്ന പണ്ഡിതൻ എവിടെ നിന്നാണ്? മക്കയിൽ നിന്ന് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരുന്ന ഇബ്നു ഹജർ ഹൈതമി അൽ മക്കി എന്ന പണ്ഡിതനാണ്. ആ കാലഘട്ടത്തിൽ പൊന്നാനിയിൽ വന്നു ബഹുമാനപ്പെട്ട ഹൈതമി തങ്ങൾ വന്നിട്ട് പ്രിയപ്പെട്ട ശിഷ്യനാകുന്ന ഗൈനുദ്ദീൻ മഖ്ദൂമിന് അംഗീകാരം കൊടുത്തിട്ട് പോയി. ഇതുപോലെയാണ് ചരിത്രത്തിന്റെ ആവർത്തനമെന്നോണം ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് എന്ന കാന്തപുരത്തുകാരനായ കേരളീയ പണ്ഡിതനുണ്ടാക്കിയ മർക്കസു സഖാഫത്ത് സുന്നിക്ക് ശിലാസ്ഥാപനം നടത്താൻ വന്നത് മക്കയിലെ മുഹമ്മദ് മാലിക്കി തങ്ങൾ എന്ന പണ്ഡിതനാണ്. ഒരുപാട് ചരിത്രം ഈ വിഷയമായി പറയാനുണ്ട്. അതിലേക്ക് കടന്നു പോകാനുള്ള സാവധാനമില്ല, സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകരാഷ്ട്രങ്ങളിലേക്ക് കടന്നു ചെന്ന് പരിശുദ്ധമായ ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ താല്പര്യങ്ങളില്ലാതെ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പണ്ഡിതവരേണ്യർ, നാം അവരെ തിരിച്ചറിയണം. അവരുടെ സേവനങ്ങളെ നാം കണ്ടറിയണം. കാലോചിതമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന് കരുണാമയമായ പരിപാടികൾക്ക് സാരഥ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇന്നലെ കോട്ടക്കലിൽ വെച്ചുകൊണ്ട് വിദ്യാഭ്യാസപരമായ ഉന്നത നിലവാരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള പ്രത്യേക ക്ലാസ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് കോഴിക്കോട് വെച്ചുകൊണ്ട് ഇന്ത്യൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന മഹത്തായ സംവിധാനം, അതിന്റെ സംവിധാനത്തിന്റെ സാരഥ്യം ഇപ്പോൾ കേരളത്തിലുള്ള മതവിദ്യാഭ്യാസ മേഖലകളെ മുഴുവനും സമീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം പരിശുദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നാം കടന്നു വരണം. ആരും പരസ്പരം വൈര്യത്തിന്റെയും വിരോധത്തിന്റെയും തലത്തിലേക്ക് പോകാൻ പാടില്ല. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു അഅദിലു അഖറബു ലിത്തഖ്വാ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഒരുപക്ഷേ നിങ്ങളോട് വിരോധമുള്ളവരുണ്ടാകാം, അവരോട് നിങ്ങൾ വിരോധത്തിൽ വർത്തിക്കുവാൻ പാടില്ല. കാന്തപുരത്തിന്റെ കാൽവെപ്പുകളുടെ സ്വകാര്യത അറിയാതെ ആക്രോശിച്ചവർ ഒരുപാടുണ്ടായിരുന്നു ചരിത്രത്തിൽ, ഇപ്പോഴും ഉണ്ടാകാം. എന്നാൽ കാന്തപുരം ഉസ്താദിന്റെ മനോഹരമായ വാചകങ്ങളിൽ നിന്ന് പ്രതിഷേധത്തിന്റെയും അധിക്ഷേപത്തിന്റെയും വാചകങ്ങൾ എവിടെയും ഉണ്ടായില്ല. എല്ലായിടത്തും സമാധാനത്തിന്റെ വാചകങ്ങളിലൂടെ വിശുദ്ധരായ പണ്ഡിത ശ്രേഷ്ഠർ അവിടുന്ന് ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു. വിമർശനങ്ങളുടെ തീജ്വാലകളെ പൂമാലകളായി സ്വീകരിച്ചുകൊണ്ടാണ് കനൽപഥങ്ങളിലൂടെ നടന്ന് ഈ കാന്തപുരം ഉസ്താദ് കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഹൃത്തടങ്ങളിലൂടെയാണ് ഇപ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ പറഞ്ഞു കാന്തപുരം അരിവാളിലേക്കാണെന്ന്. അരിവാള് കുലുങ്ങിയപ്പോഴും കാന്തപുരം അനങ്ങിയില്ല, അരിവാള് ചിരിച്ചപ്പോഴും കാന്തപുരം അനങ്ങിയില്ല. നമ്മുടെ ലക്ഷ്യം ഇവിടുത്തെ രാഷ്ട്രീയ സംസ്ഥാപനമല്ല. ഒരു വേള പറയാം ലീഗിലേക്ക് പോയെന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരവരുടെ ദൗത്യം നിർവഹിക്കട്ടെ, അതിന് നമ്മൾ പരാതിപ്പെടുന്നില്ല. ഇവിടെ വിജയിക്കുന്നവർ ഭരിക്കട്ടെ, പരാജയപ്പെടുന്നവർ പ്രതിപക്ഷത്തിരിക്കട്ടെ, പിന്നെ അവർ ഭരണപക്ഷത്തേക്ക് വരുന്നവരാണ്. ഞങ്ങളുടെ ദൗത്യം അതല്ല. ഇവിടുത്തെ ജീവകാരുണ്യ സേവന വിദ്യാഭ്യാസ മേഖലകളിൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അതാത് കാലത്തെ ഗവൺമെന്റുകളോട് സംയമനത്തോടുകൂടി നിന്നുകൊണ്ട് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളെ സമുദായത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന ക്രിയാത്മകമായ രാഷ്ട്രീയ സമീപനമാണ് ബഹുമാനപ്പെട്ട ഈ പ്രസ്ഥാനവും നായകരും നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ടോട് നിങ്ങളോടും കൈമാറാനുള്ളത്, നിങ്ങൾ പരസ്പരം വൈര്യം കാണിക്കേണ്ടവരല്ല, പരസ്പരം കലാപത്തിന്റെ കൊടി ഉയർത്തേണ്ടവരല്ല, വിമർശനത്തിന്റെ തീജ്വാലകൾ നടത്തേണ്ടവരല്ല. സംയമനത്തോടെ മുന്നോട്ട് പോകണം. നമ്മളെ മനസ്സിലാകാത്തവർ ആക്ഷേപിക്കുന്നവരുണ്ടാകാം. അവർ നാളെ തിരിച്ചറിവോടുകൂടി നമ്മളോടൊപ്പം സഹപ്രവർത്തകരായി വരും. അതിനുവേണ്ടി സമാധാനത്തോടെ കാത്തിരിക്കാനാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം കാരുണ്യത്തിന്റെ കേദാരമായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിന്റെ അമരധ്വനിയുമായി കള്ളുകുടിയുടെയും പെണ്ണുപിടിയുടെയും വ്യഭിചാരത്തിന്റെയും ചൂതാട്ടത്തിന്റെയും ഏറ്റവും വൃത്തികേടായ ചാലിലേക്ക് 6-ാം നൂറ്റാണ്ടിലെ സമുദായത്തിലേക്ക് വന്നപ്പോ ആഖായ നാംദാർ താജിദാറെ മദീന സർവറെ ആലം സർക്കാരെ ദോ ആലം മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവരോട് തിരിച്ചു തെറി പറഞ്ഞില്ല, തിരിച്ച് ആക്ഷേപം പറഞ്ഞില്ല, അധിക്ഷേപത്തിന്റെ സ്വരങ്ങൾ ഉയർത്തിയില്ല. സമാധാനപരമായി സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോയപ്പോ ലോകം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയായിരുന്നു. അവസാനം അറബ് സമുദായവും അതിലേക്ക് തന്നെ വരികയായിരുന്നു. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് നമുക്കിവിടെ ഒരുപാട് ദൗത്യം ചെയ്യേണ്ടതുണ്ട്. സേവനം ചെയ്യുന്നവരുടെ ന്യൂനത കണ്ടെത്തുകയല്ല നാം ചെയ്യേണ്ടത്, നമ്മളെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ ചെയ്യണം. ഈ കാലഘട്ടം ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. മുസ്ലിം പെൺകുടികൾ അവിടുന്ന് അരമനകൾ വിട്ടിറങ്ങിയിട്ട് അപകടകരമായി പോകുന്ന കാലമാണ്. വ്യഭിചാരണികൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. ആറ്റുനോറ്റ് പോറ്റിക്കൊണ്ടിരിക്കുന്ന പെൺമക്കൾ നമ്മളെയും സമുദായത്തെയും വഞ്ചിച്ചുകൊണ്ട് വേലിചാടുന്ന കാലമാണ്. സമുദായത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി നടന്നിരുന്നവർക്ക് തല ഉനിക്കേണ്ട വിധം അടുക്കളയിൽ നിന്ന് പെൺമക്കൾ ചാടിപ്പോകുന്ന കാലമാണ്. ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാർ കള്ളിന്റെയും കഞ്ചാവിന്റെയും പെണ്ണിന്റെയും തോന്നിവാസത്തിന്റെയും വൃത്തികെട്ട സിനിമകളുടെയും ആലയങ്ങളിൽ യുവത്വം ഹോമിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അവരുടെ ഇടയിൽ ചെന്നുകൊണ്ട് അല്ലയോ പൊന്നുമോനെ, നീ കടന്നു വരണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ സമാധാനത്തിന്റെ വഴിയിലേക്ക് സമ്പൂർണമായി കടന്നു വരണമെന്ന് വിളിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നാം വിജയം നേടിയവരാവുക. ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധത്തോടുകൂടിയാകണം. പഞ്ചായത്തിന്റെ അധികാരമുള്ളവർ പഞ്ചായത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ബദ്ധശ്രദ്ധരാകണം. പാർലമെന്റിന്റെ അധികാരമുള്ളവർ പാർലമെന്റിന്റെ സേവനങ്ങളിൽ ബദ്ധശ്രദ്ധരാകണം. നമ്മുടെ പ്രദേശത്തെ ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ നാം സജീവമായ പങ്കാളിത്തം രേഖപ്പെടുത്തണം. നമ്മുടെ അയൽവാസിയായ മുസ്ലിം സഹോദരൻ ഇസ്ലാം വിട്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവനെ സംയമനത്തോടുകൂടി ഉപദേശിക്കണം, അവനെ നല്ലതിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഇന്നത്തെ യുവതലമുറയെ നിയന്ത്രിക്കാൻ സ്വന്തം പിതാക്കന്മാർക്ക് കഴിയുന്നില്ല, മാതാക്കൾക്ക് കഴിയുന്നില്ല, മഹല്ല് ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല, പ്രാദേശിക ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. എല്ലാവരുടെയും നിയന്ത്രണം വിട്ടുകൊണ്ട് പുതിയ യുവതലമുറ പോകുമ്പോ എവിടെയാണ് പിഴച്ചുപോയതെന്ന് നാം അറിയേണ്ടതുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പളപളപ്പ് കണ്ടപ്പോ എടുത്തുചാടി നമ്മൾ, പണത്തിന്റെ കൊഴുപ്പിലേക്ക് കുതിച്ചുചാടി നമ്മൾ. അപ്പോഴെല്ലാം നമ്മുടെ മക്കൾക്ക് പടച്ചവനെ കുറിച്ചുള്ള വിവരം കൊടുത്തിട്ടുണ്ടോ എന്ന് നാം ആലോചിച്ചില്ല. നമ്മുടെ പരിസരത്തുള്ള ഭൗതിക കലാലയങ്ങളിൽ ഈ നാട്ടിലെ മുസ്ലിം വിദ്യാർത്ഥികൾ എത്ര ശതമാനം പഠിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കണം. അതിൽ നിന്ന് എത്ര ശതമാനം നമ്മുടെ നാട്ടിലെ മദ്രസകളിൽ മതപഠനം നടത്തുന്നുണ്ട്? അവിടെയാണ് ഈ സമുദായത്തിന്റെ ധാർമ്മിക ബോധത്തിന്റെ നഷ്ടം നിങ്ങൾക്ക് മനസ്സിലാവുക. നാം ഒരു സെൻസസ് എടുക്കണം. നമ്മുടെ ഈ പള്ളിയിലെ മദ്രസയിൽ എത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നു? പരിസരത്തുള്ള തൈക്കാപ്പള്ളികളുടെ പരിസരത്ത് നടക്കുന്ന മദ്രസകളിൽ എത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നു? എന്നാൽ നമ്മുടെ ഈ നാട്ടിലെ ഭൗതിക കലാലയത്തിൽ എത്ര മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നു? അപ്പോഴാണ് ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഈ സമുദായം പരിഗണിക്കുന്നില്ല എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകുക. രാവിലെ ഒരു 2 മണിക്കൂർ പോലും ആത്മീയ വിദ്യാഭ്യാസത്തിന് സമയം കണ്ടെത്താതെ എന്റെ മകൻ ഡോക്ടറാകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, പ്രൊഫഷണൽ ആകട്ടെ, വൈറ്റ് കോളർ ആകട്ടെ എന്ന് വിചാരിച്ച് ഭൗതികതയിലേക്ക് എടുത്തു ചാടിയപ്പോ അടിസ്ഥാനപരമായ ആത്മീയ വിദ്യാഭ്യാസം കൊടുത്തില്ല. മകൻ ഡോക്ടറായിട്ടുണ്ട്, പക്ഷേ ഉമ്മാന്റെ മൂല്യം അവൻ അറിയുന്നില്ല. മകൾ എഞ്ചിനീയർ ആയിട്ടുണ്ട്, അള്ളാഹുവിനെ അവൾക്കറിയില്ല. മകൾ ഡോക്ടറായിട്ടുണ്ട്, പക്ഷേ പ്രിയപ്പെട്ട പിതാവിന്റെ ബഹുമാനം അറിയില്ല. ലോകത്തിന്റെ മുഴുവനും നേതാവായ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയില്ല. ഇങ്ങനെ അപകടകരമായ ഒരു പുതിയ തലമുറയുടെ മുമ്പിൽ മാതൃകായോഗ്യമായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നാം നമ്മുടെ കൂടെയുള്ള ആളുകളോട്, എതിർക്കുന്നവരോട് സഹിഷ്ണുത കാണിച്ച് ശത്രുക്കളോട് അനീതി കാണിക്കാതെ സംയമനത്തോടുകൂടി നമ്മൾ പോകണം. ആധ്യാത്മികമായും ആത്മാർത്ഥമായും ശരിയുടെ വഴിയിലേക്ക് അധ്വാനപൂർവ്വം മുന്നോട്ട് പോയാൽ സുമോഹനമായ പാരത്രിക ജീവിതം നമുക്ക് വരാനുണ്ട്. നാളുകളിൽ നമ്മുടെ വിലാസം മനോഹരമായിരിക്കും. അതുകൊണ്ട് അത്തരം നല്ല പ്രവർത്തനങ്ങൾക്കാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഖമറുൽ-ഉലമ കാന്തപുരം ഉസ്താദ് അവர்கள் വളരെ ആലോചനാപൂർവമായി സമകാലിക സമൂഹത്തിന് ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കാൻ ആത്മീയ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചു നൽകി. പാവപ്പെട്ടവൻ, അനാഥ മക്കൾ അവരുടെ ആലയങ്ങളിൽ പഠിക്കുമ്പോ
പണക്കാരൻ അവന്റെ പണമുള്ളതിന്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടുകൂടാ. അതുകൊണ്ട് എന്ത് ചെയ്തു? പണക്കാരുടെ മക്കൾക്ക് ഫീസോടുകൂടി നല്ല സൗകര്യത്തിൽ, നല്ല നിലവാരത്തിൽ 2 വിദ്യാഭ്യാസവും പഠിക്കാനുള്ള സൗകര്യം മർക്കസിന്റെ കീഴിൽ ബോർഡിംഗ് മദ്രസയിലൂടെ, ആർട്സ് കോളേജിലൂടെ, വിമൻസ് കോളേജിലൂടെ വലിയ സൗകര്യങ്ങളാണ് മർക്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നോളജ് സിറ്റി എന്ന് പറയുന്ന ഒരു വിജ്ഞാന ഗ്രാമം തന്നെ, ഒരു വിജ്ഞാന പട്ടണം തന്നെ വരാൻ പോവുകയാണ് കോഴിക്കോട് ജില്ലയിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങ് വടക്ക് ജാമിയ സാദിയ കാസർഗോഡ് മുതൽ ഇങ്ങ് നമ്മുടെ മഖദൂമിയ ദഅവാ കോളേജ് വരെ, തിരുവനന്തപുരത്ത് മർക്കസിന്റെ സെന്റർ വരെ ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിലായി ലക്ഷക്കണക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹങ്ങൾ അടുത്ത ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. മാതൃകായോഗ്യമായി എടുത്തു കാണിക്കാവുന്നവരാണ്. നമ്മുടെ മക്കൾ ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചതിന്റെ പേരിൽ ആത്മീയത പണയം വെക്കേണ്ടതില്ല എന്നതിന്റെ വലിയൊരു മോഡലായിട്ടാണ് നമ്മുടെ തൊട്ടടുത്തുള്ള മഖദൂമിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും തലപ്പാവ് ധരിച്ച്, വെള്ളവസ്ത്രം ധരിച്ച് വെള്ളിയാഴ്ച ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന മക്കൾ പള്ളിയിലെ കേവലം മുതഅല്ലിമീങ്ങളെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു പള്ളി ദർസിലെ വിദ്യാർത്ഥികളെ പോലെ മാത്രമാണ്. അല്ല, കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ച് കാലോചിതമായി ഇടപെടുവാനും ലോകത്തിന്റെ സ്വരങ്ങളെ മനസ്സിലാക്കി ക്രിയാത്മകമായി പ്രതികരിക്കുവാനും പറ്റുന്ന യോഗ്യരായ ഒരു തലമുറയാണ് നമ്മുടെ സ്ഥാപനം വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ആഗോള രംഗത്ത് ഇസ്ലാമിക ദഅവാ പ്രവർത്തനത്തിന് വലിയ സാന്നിധ്യം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഇസ്ലാം സൈറ്റ് എന്ന പേരിലും മുസ്ലിം path.com എന്ന പേരിലും അവിടുന്ന് വളരെ വിജ്ഞാന സമ്പന്നമായ സൈറ്റുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പ്രസംഗിക്കുന്നത് പോലും കൃത്യമായി ലോകത്തെ 10-20 രാഷ്ട്രങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ പ്രസ്ഥാനത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു പോകുന്നുണ്ട്. നടക്കുന്ന പരിപാടികൾ വളരെ കൃത്യമായി ലൈവായി നിങ്ങളുടെ മൊബൈലുകളിൽ ഇന്റർനെറ്റ് സൗകര്യമുണ്ടെങ്കിൽ mobile.sunni-online.com എന്ന സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ലൈവായി ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെയും താജുൽ ഉലമ ഉള്ളാളുകളുടെയും ഒക്കെ പ്രസംഗങ്ങളും ക്ലാസുകളും നിങ്ങളുടെ കൈവെള്ളയിൽ കിട്ടാനുള്ള സംവിധാനമുണ്ട്. ആനുകാലിക യുഗത്തിൽ അഹ്ലുസുന്നയുടെ ആഗോള ജാലകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ലോകരാജ്യങ്ങളിൽ മുഴുവനുമുള്ള മലയാളികൾക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കൃത്യമായ സ്വരം ലഭിക്കുവാനും അങ്ങ് മർക്കസു സഖാഫത്ത് സുന്നിയായിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവരുടെ ബുഖാരി ക്ലാസും, ബഹുമാനപ്പെട്ട MA അബ്ദുൽ ഖാദിർ ഉസ്താദിന്റെ ഹദീസ് ക്ലാസും, അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നടത്തുന്ന പരിശുദ്ധമായ ഫത്ഹുൽ മുഈനിന്റെ ദർസും, എല്ലാ വെള്ളിയാഴ്ച രാവിലും കൊണ്ടൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബുർദയുടെ സദസ്സും, അതുപോലെ ലോകത്തിന്റെ വിഭിന്ന ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും ആനുകാലിക സമൂഹത്തിന് ടെക്നോ സംവിധാനങ്ങളിൽ നിന്നുകൊണ്ട് ആത്മീയതയുടെ സ്വരമറിയുവാനുമുള്ള വളരെ മഹത്തായ സമ്പ്രദായമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നമ്മുടെ മേശപ്പുറത്തേക്ക്, നമ്മുടെ കൈവെള്ളയിലേക്ക് വരുന്നത്. സൈബർ സാധ്യതകളെ മുഴുവനും സെക്ഷൽ സംസ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആധുനിക മനുഷ്യന്റെ മുമ്പിൽ സാങ്കേതിക സംവിധാനങ്ങളെ ആത്മീയതയുടെ മട്ടുപ്പാവുകളാക്കാനുള്ള മഹനീയമായ മാതൃകയാണ് നമ്മുടെ സൈറ്റുകൾ, നമ്മുടെ ക്ലാസ് റൂമുകൾ, നമ്മുടെ ക്ലാസ് റൂം സംവിധാനങ്ങളിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് www.sunni-online-class.com എന്ന സൈറ്റിലൂടെയോ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം .com എന്ന സൈറ്റിലൂടെയോ നിങ്ങൾ കയറിയാൽ അതിലൂടെ ആത്മീയ ലോകത്തെ പണ്ഡിത പരിശ്രേഷ്ഠന്മാരുടെ പരിപാടികളുടെ ലൈവായ സംപ്രേഷണം നിങ്ങളുടെ കൈവെള്ളയിലേക്കും നിങ്ങളുടെ മേശപ്പുറത്തേക്കും എല്ലാം ലഭിക്കും. ദുബൈയിൽ ഇരുന്നു കൊണ്ടും, അബുദാബിയിൽ ഇരുന്നു കൊണ്ടും, ചൈനയിൽ ഇരുന്നു കൊണ്ടും, ഹോങ്കോങ്ങിൽ ഇരുന്നു കൊണ്ടും, അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ വരെയുള്ള മുസ്ലിം സഹോദരന്മാർ, മലയാളികൾ, ഈ നാട്ടുകാരും പല നാട്ടുകാരും അതെല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബിനെയും ഔലിയാക്കളെയുമെല്ലാം കൈകാര്യം ചെയ്യാനിറങ്ങിയ ഭൗതികവാദികൾ മുഴുവനും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള എല്ലാ വസ്തുവകകൾക്കും അറിയാം ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാം. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. നീട്ടിക്കൊണ്ടു പോകാനുള്ള സമയം അനുവദിക്കുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ എല്ലാവരെക്കാളും പ്രേമിക്കുമ്പോഴല്ലേ നമ്മുടെ ഈമാനാകൂ.
അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, മുൻഗാമികൾ മുഴുവനും വിജയിച്ചത് റസൂലുള്ളാഹിനെ പ്രേമിച്ചിട്ടാണ് മോളെ. പ്രേമമെന്ന വികാരം ജീവിതത്തിന്റെ നിലനിൽപ്പാണ് സ്നേഹമെന്ന് പറയുന്നത്. ആ സ്നേഹം കൊടുക്കാനുള്ള നേതാവ് മദീനയിലാണ്. എന്റെ കാമുകി മദീനയിലാണ്, കാമുകൻ മദീനയിലാണ്. ഞാൻ എൻ്റെ എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹങ്ങളെല്ലാം നാളെ അസ്തമിച്ചു പോകും. പക്ഷേ നാളെ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ അവിടെ വരാൻ ഒരു കാമുകനേ ഉള്ളൂ. അതാരാണ്? ഹബീബി വമലാദി വമശ്റബി വകഅസി വവിസാലി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റൊരാൾ നമ്മുടെ ഖബറിൽ വരില്ല കേട്ടോ. അതുകൊണ്ട് ആ റസൂലുള്ളാഹിനെ ജീവനേക്കാൾ പ്രേമിക്കണമെന്ന് പറഞ്ഞാൽ സ്വഹാബികൾ മുഴുവനും തെളിയിച്ചു തന്ന സ്നേഹമാണ്. ഇമാമുകൾ മുഴുവനും കാണിച്ചു തന്ന സ്നേഹമാണ്. അഇമ്മത്ത് മുഴുവനും പഠിപ്പിച്ചു തന്ന പ്രേമമാണ്. ഖുസ്റവി अच्छी लगी ना पैरवी अच्छी लगी हम फकीरों को मदीने की गली अच्छी लगी हो के जो दो करम है शहेबत हा तेरा नहीं सुनता ही नहीं मांगने वाला तेरा. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരെക്കാളും പ്രേമിച്ചിട്ട് അവിടുത്തെയുടെ തിരുസവിധത്തിലേക്ക് നീങ്ങിയാൽ അവിടെയാണ് ലോകത്തിന്റെ മുഴുവനും പുഷ്കലമായ സ്വീകാര്യതയുടെ വലിമഹനീയമായ കൈത്തണ്ടകളിലേക്ക് സ്വീകരിക്കാനുള്ള കാണിക്കകൾ ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരെക്കാളും, വാപ്പയെക്കാളും ഉമ്മയെക്കാളും ഉസ്താദിനെക്കാളും എല്ലാവരെക്കാളും റസൂലുള്ളാഹിനെ പ്രേമിക്കണം മോനെ. ഒരു ഉദാഹരണം ഒന്ന് പറഞ്ഞോട്ടെ. സയ്യിദുനാ തൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, മുർനി ബിമാ ശിഅത യാ റസൂലല്ലാഹ്. ഇഷ്ടമുള്ളത് പറയൂ നബിയെ, ഞാൻ ചെയ്തോളാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഫഖ്തുൽ അബാക, പോയി വാപ്പാനെ കൊന്നിട്ട് വാടാ, പോയി വാപ്പാനെ ഇങ്ങ് കൊന്നിട്ട് വാ മോനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉടനെ സ്വഹാബിക്കൊരു മടിയുമില്ല, ഊരിപ്പിടിച്ച വാളും കൊണ്ട് നേരെ അങ്ങിറങ്ങി. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൽഹത്തെ മാ ബുഇസ്തു ബിഖതീയതി റഹിമിൻ, ഞാൻ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി വന്നയാളല്ല, മക്കളെ കൊണ്ട് വാപ്പാനെ കൊല്ലിക്കാൻ വന്നയാളല്ല. നിങ്ങൾ പറഞ്ഞല്ലോ ഇഷ്ടമുള്ളത് പറഞ്ഞോ ചെയ്തോളാമെന്ന്, അത് ശരിയാണോന്ന് അറിയാനാണ് തൽഹത്തെ. അതുകൊണ്ട് കൊല്ലേണ്ടതില്ല, മടങ്ങി വന്നോ. ഇങ്ങനെയാണ് സ്വഹാബാക്കൾ അവരുടെ പ്രേമം നിലനിർത്തിയതെങ്കിൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഈ തൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു രോഗശയ്യയിൽ കിടക്കുകയാണ്. ആ രോഗശയ്യയിൽ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ പോയ സമയത്ത് തൽഹത്ത് റളിയല്ലാഹു അൻഹു ഉറങ്ങുകയാണ്. അൽ-ഇസാബ ഫീ തംമീദ് സ്വഹാബയിലുണ്ട്. റവൈതു മിനൽ മഹ്ബൂബി മാ ഖദ് റഅയ്തുഹു വഅർദഅതു അബ്നാഇ വആല അഹ്മദി. ഞാൻ ഇവിടെ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഇമാമുകളുടെ കിതാബിൽ കണ്ടതു മാത്രമേ ഉള്ളൂ. എന്റെ വകയോ കേട്ട വകയോ ഒന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല.
എല്ലാം ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ അടയാളപ്പെടുത്തിയതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സംശയിക്കാനില്ല. ഏതു കിതാബിൽ എവിടെയുണ്ടെന്ന് ഇമാമുകൾ എഴുതിയിട്ടുള്ളതല്ലാത്ത ഒരു സംഭവങ്ങളും ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും അത്യുക്തി കാണുകയോ പ്രമാണമില്ലെന്ന് തെറ്റിദ്ധരിക്കുകയോ വേണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൽഹത്ത് ഇബ്നു ബറാഅ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ രോഗശയ്യയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്തഫ ജാന റഹ്മത്ത് ബിലാഖോ സലാം, കാരുണ്യത്തിന്റെ നേതാവല്ലേ, അനുയായി ഉറങ്ങുമ്പോ വിളിക്കുന്നില്ല, രോഗിയാണെങ്കിൽ കിടന്നോട്ടെ. കാരണം എന്താ? ലുത്ഫൂൻ കാ ആമുഹോ ഹി ജായേഗ, ഷാദ്ഹർന കാമുഹോ ഹി ജായേഗ. വിട്ടുവീഴ്ചയല്ലേ റസൂലുള്ളാന്റെ പ്രതീകം. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു വിളിക്കണ്ട. അത് കഴിഞ്ഞിട്ട് തൽഹത്തിന്റെ മുഖത്തേക്കൊന്നു നോക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു പക്ഷേ ഇത് തൽഹത്തിന്റെ അവസാനത്തെ രാത്രിയാണ്. ഇനി തൽഹത്തിന് ജീവിതമില്ലല്ലോ. അതുകൊണ്ട് ഇതാ അഫാഖ, തൽഹത്ത് ഉണർന്നാൽ ആരെങ്കിലും ഒരാളെ അങ്ങ് പള്ളിയിലേക്ക് വിടണേ, ഞാൻ വന്ന് തൽഹത്തിനെ കണ്ടോളാം. പാതിരാത്രിയായി. തൽഹത്ത് ഇബ്നു ബറാഅ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉണർന്നു. അപ്പൊ വീട്ടുകാര് പറഞ്ഞു, എന്തുറക്കമാണ്, നിങ്ങളെ കാണാൻ റസൂലുള്ള വന്നല്ലോ. അപ്പൊ ചോദ്യം, അസാറനീ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കാണാൻ വന്നോ? നഅം ബറാഅ, തൽഹത്തെ കാണാൻ റസൂലുള്ള വന്നിരുന്നു. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഒരു പക്ഷേ ഇത് ലാസ്റ്റ് നൈറ്റ് ആണെന്ന്, ഒരു പക്ഷേ ഇത് ലോകത്തെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസമാണെന്ന്. തൽഹത്തെ. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉണർന്നാൽ ഒരാളെ റസൂലുള്ളാന്റെ അടുക്കലേക്ക് അയക്കണമെന്ന്. അതുകൊണ്ട് ആളെ അയക്കട്ടെ. തൽഹത്തെ. തൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട വേണ്ട, ഈ പാതിരാത്രി സമയത്ത് റസൂലുള്ളാനെ വിളിക്കാൻ ആളെ വിടണ്ട. എന്താ തൽഹത്തെ ഈ രാത്രി സമയത്ത് വിടണ്ടാന്ന് പറയുന്നത്? അപ്പൊ പറയുകയാണ്, ഇന്നി അഖാഫു അലൈഹിൽ യഹൂദ്. നബിതങ്ങളെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്ന ജൂതന്മാരെന്തെങ്കിലും ഈ ഇരുട്ടിന്റെ മറവിൽ റസൂലുള്ളാനെ ബുദ്ധിമുട്ടാക്കിയാലോ? അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നേരത്തെ ഞാൻ എണ്ണിയപ്പോ കുറെ വിഷയങ്ങൾ വിട്ടുപോയി. ജന്തുക്കളോട് ചോദിക്കുക റസൂലുള്ളാനെ അറിയുമോ? മൃഗങ്ങളോട് ചോദിക്കുക റസൂലുള്ളാനെ അറിയുമോ? പറവകളോട് ചോദിക്കുക റസൂലുള്ളാനെ അറിയുമോ? ഇഴജന്തുക്കളോട് ചോദിക്കുക റസൂലുള്ളാനെ അറിയുമോ? എല്ലാം ഹദീസ് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കിയതാണ്. അറിയില്ലേ, നബിതങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ അവിടുന്ന് ഇരുന്ന പരിശുദ്ധമായ ഗുഹയുണ്ടല്ലോ, നബിതങ്ങൾ ഇബാദത്തിലിരുന്ന ഹിറാ ഗുഹയുണ്ടല്ലോ, അവിടെ 70ഓളം അമ്പിയാക്കന്മാരിരുന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അതെന്റെ പുണ്യ റസൂൽ എന്ന പ്രസംഗത്തിൽ അതിന്റെ വിശദാംശമുണ്ട്, ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. അതുപോലെ മദീനയിലേക്ക് പോകുമ്പോ നബിതങ്ങൾ ഇരുന്ന ഗുഹയുണ്ടല്ലോ, ആ ഗുഹ വിളിക്കുകയാണ്, ഇലയ്യ യാ മുഹമ്മദു, ഇലയ്യ യാ മുഹമ്മദു, ഇലയ്യ യാ മുഹമ്മദു. ഓ തങ്ങളെ ഇങ്ങോട്ട് വാ തങ്ങളെ, ഇന്നി ആവൈതു സബഈന നബിയാ. മുമ്പ് 70 നബിമാര് വന്നിരുന്ന ഗുഹയാണ്.
തങ്ങളെ വന്നിവിടെ കയറിയിരിക്കൂ തങ്ങളെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു എന്ന് ഇബ്നു ബത്തൂത്ത റിഹ്ലയിലടക്കം എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഏതെങ്കിലും ഒരു ഗുഹയിൽ കയറി ഇരുന്നതല്ല. ചരിത്രം വ്യക്തമായി വായിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ടാകണം. എല്ലാം അല്ലാഹുവിനറിയാം. അല്ലാഹു യഅലമു ഹൈസു യജ്അലു റിസാലതഹു. റസൂലുള്ളാഹിനെ എവിടെ ജനിപ്പിക്കണമെന്ന് അല്ലാഹുവിനറിയാം. അത് കൃത്യമായ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് ഹാദൽ ബലദിൽ അമീൻ, അൽ അമീന്റെ നാടായ മക്ക. അപ്പൊ റസൂലുള്ളാഹിന്റെ ജന്മസ്ഥലം, റസൂലുള്ളാഹിന്റെ ഉമ്മ, റസൂലുള്ളാഹിന്റെ വാപ്പ, റസൂലുള്ളാഹിന്റെ മൂത്താപ്പ, ഇതെല്ലാം അല്ലാഹു കൃത്യമായി തെരഞ്ഞെടുത്തവനാണ്. അല്ലാഹു തആല കൃത്യമായി തെരഞ്ഞെടുത്തു വെച്ചതാണ്. ഒരൊറ്റ കടുകിട വ്യത്യാസമില്ല. അല്ലാതെ മക്കത്ത് ആമിനാക്കും അബ്ദുള്ളാക്കും ജനിച്ചൊരു കുട്ടി ഇങ്ങനെ ഓടി നടന്ന് സുന്ദരനാണെന്ന് കണ്ടപ്പോ പിടിച്ച് നുബുവത്തങ്ങ് കൊടുത്തതല്ല. തീരുമാനിച്ച് പാകപ്പെടുത്തിയിട്ട് കൃത്യമായി കൊണ്ടുവന്ന നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ നിർണയിച്ചയച്ച നബി എന്നത് ഒരു ദിവസം പറയേണ്ട വിഷയമാണ്. കാരണം നബി തങ്ങളുടെ വാപ്പ നേരത്തെ വഫാത്തായത് എന്തിന്, ഉമ്മ 6-ാം വയസ്സിൽ വഫാത്തായത് എന്തിന്, അബ്ദുൽ മുത്തലിബ് നേരത്തെ വഫാത്തായത് എന്തിന്, നബി തങ്ങൾക്ക് അക്ഷരാഭ്യാസം ഔദ്യോഗികമായി ഇല്ലാതിരുന്നത് എന്തിന്, ഇതെല്ലാം ഓരോന്നും വ്യക്തമായി വിശദീകരിക്കേണ്ടതാണ്. അതെല്ലാം മഹാന്മാര് കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ സദസ്സ് ഒരു വിഷയത്തെ മാത്രമുള്ള പരമ്പരയല്ല. റബ്ബ് തൗഫീഖ് നൽകിയാൽ നമുക്ക് ഇവിടെ പറയണം റസൂലുള്ളാഹിനെ. അത് മാത്രം ഒരു പരമ്പരയായി ഏറ്റെടുത്ത് ഹബീബിനെ പ്രണയിക്കുന്ന അനുരാഗത്തിന്റെ തേന്മഴ പെയ്യുന്ന സദസ്സായി ഇത് മാറണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അസയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. അതാ തൽഹത്ത് ബിൻ ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആളെ വിടണ്ട. രാത്രി സമയത്ത് റസൂലുള്ളാഹിനെ വിളിച്ചാൽ ഒരു പക്ഷേ ഹബീബിനെ ഏതെങ്കിലും എതിരാളികളോ ഇഴജന്തുക്കളോ മറ്റെന്തെങ്കിലും മുസീബത്ത് വന്നുപോയാൽ എനിക്ക് സഹിക്കാനാവില്ലല്ലോ. രാവിലെയായി. തൽഹത്ത് വഫാത്തായ വിഷയം നബി തങ്ങൾ അറിഞ്ഞു. ഉടനെ സ്വഹാബത്തിനെ വിളിച്ചു, എന്തേ എന്നോട് പറയാതിരുന്നത്? അപ്പൊ പറഞ്ഞു, നബിയേ തൽഹത്ത് സമ്മതിച്ചില്ല നബിയേ. ഈ രാത്രി സമയത്ത് തങ്ങൾ ഇറങ്ങി വന്നാൽ തങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞതാണ് നബിയേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകൾ ഉയർന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ പടച്ചവനേ, എന്റെ തൽഹത്തിനെ നീ സ്വീകരിക്കണേ, എന്റെ തൽഹത്തിനെ ഏറ്റെടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽഹത്ത് ബിൻ ബറാഇന് വേണ്ടി ദുആ ചെയ്തു പോയി. മുഅ്മിനീങ്ങളെ, ഈ ജീവിതം എവിടെ വെച്ച് അവസാനിക്കും? ഇത് സ്വർഗം പണിയാനുള്ള ജീവിതമാണ്. ഇത് സ്വർണം കൂട്ടാനുള്ള ജീവിതമല്ല. ഈ വേദിയിൽ ഞാൻ വഅദ് പറഞ്ഞു തീരുമോ എന്നെനിക്കറിയില്ല. ഞാൻ ഒരർത്ഥത്തിൽ ഒരു മണ്ടനാണ്. കാരണം എത്രയോ മാസത്തേക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ പ്രസംഗിക്കാമെന്ന് ഡേറ്റ് കൊടുത്തുപോയി. എനിക്ക് ആയുസ്സുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എവിടെയാണ് ജീവിതം അവസാനിക്കുക എന്നറിയില്ല. ഇവിടെ ഇപ്പോഴവസാനിച്ചാലും പരാതി പറയാൻ അവകാശമില്ല.
പക്ഷേ ഒരാശയുണ്ട്, ഹബീബായ റസൂലുള്ളാനെ കണ്ട് ബാധ്യതകളൊന്നുമില്ലാതെ ഹബീബിന്റെ കാലിൽ കെട്ടിപ്പുണർന്നിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഇപ്പോഴും പരാതിയില്ല. കാരണം ഈ ജീവിതം അതിനു വേണ്ടിയല്ലാതെ വേറൊന്നിനുമല്ല. മരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മടങ്ങി മലക്കുൽ മൗത്ത് പോവുകയില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, ഖൽബിൽ റസൂലുള്ളാനെ ഒന്ന് പ്രേമിക്കുമോളെ. ആ കാമുകന്റെ പേര് ചൊല്ലുമോളെ സ്വലാത്തായി. എന്നിട്ട് ഇരവിലും പകലിലും കനവിലും നിനവിലും റസൂലുള്ളാനെ കാണാനുള്ള ആശയോടെ മോഹത്തോടെ ജീവിക്കുമോളെ. റസൂലുള്ള ഔദാര്യത്തിന്റെ നേതാവാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എല്ലാ സദസ്സുകളിലും ഈ വിഷയം പറയുന്നയാളെന്ന നിലയ്ക്ക് ഒരുപാട് ഉമ്മമാര്, പെങ്ങന്മാര്, സഹോദരങ്ങള് റസൂലുള്ളാനെ കണ്ടവര് വിളിച്ച് സന്തോഷം പറയാറുണ്ട്. അതുകൊണ്ട് മോളെ, ഉമ്മ, സഹോദരാ, പിതാവേ, കാണില്ലെന്ന് വിഷമം വേണ്ട. അബ്ഹാമിനൽ ഖമരിത്താം യാ റസൂലല്ലാഹ്. റസൂലുള്ളാനെ കണ്ടാൽ ഒരു സിനിമയും വേണ്ട. എന്തോ ഒരു സൗന്ദര്യമാണ്. അജ്മല മിൻകലം തറഖത്തു ഐനി. ഹബീബായ നബിയുടെ സൗന്ദര്യം പറയാൻ എനിക്ക് കഴിയില്ല. റസൂലുള്ളാന്റെ പ്രേമം പറയാൻ എനിക്കറിയില്ല. റസൂലുള്ള കൽബിലേക്ക് അവതരിച്ചാൽ എന്റെ കൽബ് പൊട്ടിപ്പോകുമല്ലോ, താങ്ങാനാവുകയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഈ ജീവിതം അടിച്ചു തൊലയ്ക്കാനുള്ളതല്ല മോനെ. രുചിച്ചിട്ട് ആഖിറത്തിലേക്ക് റസൂലുള്ളാനെ പ്രേമിച്ച് ചെല്ലാനുള്ളതാണ്. നീ കണ്ട സിനിമയും സിനിമാ നടനും നാളെ റബ്ബിന്റെ കോടതിയിൽ എതിരായി വരും മോനെ. അതേ സമയത്ത് ഞാൻ ഈ പറയുന്ന നേതാവ് ഫാത്തിഹുൽ ജന്നതി വ സാഹിബുൽ ലിവാ, പരലോകത്ത് ചെന്ന് ജനങ്ങളെല്ലാം ഓടിപ്പരക്കുമ്പോ ഹബീബായ നബിയേ, ഒരു അമലുമില്ല നബിയേ. പക്ഷേ പല പാതിരാത്രിയിലും പല നാട്ടിലും കിടന്ന് അമറിക്കൂവി വിളിച്ചിട്ട് റസൂലുള്ളാനെ പ്രേമിക്കാനുള്ള കൽബില്ലെങ്കിലും പ്രേമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നബിയേ. അപ്പ ബൂസീരി ഇമാം അവിടെയുണ്ടാകും, ഉമറുൽ ഖാഹിരി അവിടെയുണ്ടാകും. അവരൊക്കെ കൂടെ നടക്കുമ്പോ നടക്കാൻ അർഹതയില്ല. നബിയെ കൂടെ നടക്കാൻ അർഹതയില്ലെന്നറിയാം. അതുകൊണ്ട് അവിടുന്ന് നടക്കുന്ന വഴിയിലൊന്ന് കിടത്തിയിട്ടൊന്ന് കാലുകൊണ്ട് തട്ടണം നബിയേ. തൊട്ടു പിന്നിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങള് കാണും. ഒരു തട്ടുകൂടി കിട്ടുമ്പോ കുറച്ച് മുന്നോട്ട് നീങ്ങും. തൊട്ടടുത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് കാണും. ഒന്നുകൂടി കിട്ടുമ്പോ കുറച്ചുകൂടി നീങ്ങിപ്പോകും. അവസാന ഉമറുൽ ഖാലി തങ്ങളെ പോലെ നമ്മുടെ നാട്ടിലെ മുഹിബ്ബീങ്ങൾ കടക്കുമ്പോഴെങ്കിലും സ്വർഗത്തിന്റെ വാതിൽ പടിയിലൊന്നെത്തി
അവസാനത്തെ മുഹിബ്ബും അകത്തേക്ക് കടക്കുമ്പോ അവരുടെ കാലുകൊണ്ടങ്ങകത്ത് വീണാൽ ഈ പറഞ്ഞത് മുതലായല്ലോ. അതുകൊണ്ട് യാ ആശിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി, റസൂലുള്ളാഹിനെ പ്രേമിച്ച് പ്രണയിച്ച് ആലിംഗനം ചെയ്ത് ജീവിക്കണം. പെങ്ങളെ ഔറത്ത് മറക്കാതെ ജീവിക്കരുത്. റസൂലുള്ളാഹിന്റെ ദേഷ്യം വന്നു പോകും. മുടി മറയ്ക്കാതെ നടക്കരുത്. ബോഡി ഷേപ്പ് പർദ്ദയിട്ട് ധിക്കാരം കാണിക്കരുത്. വൃത്തികെട്ട സിനിമ കണ്ട് കണ്ണ് കേടുവരുത്തരുത്. ഖൽബിലെ ചിന്തകൾ അപകടപ്പെടുത്തരുത്. റസൂലുള്ളാഹിനെ കാണണമെന്ന മോഹം വേണം. പ്രേമിക്കാനുള്ള ഖൽബ് വേണം. കേബിൾ ഡിസ്കണക്ട് ചെയ്തിട്ട് സ്വലാത്ത് ചെല്ല് മോളെ. റസൂലുള്ള വേണ്ടേ നിനക്ക്? ഹബീബിനെ കാണണ്ടേ രാത്രി? കണ്ടാൽ എന്തു രസമാണ് മോളെ. ചുരുക്കട്ടെ, ഒരുപാട് ആളുകൾ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു. അവർക്കെല്ലാം അനുഭവിക്കേണ്ടത് അനുഭവിച്ചു. 2 ഓമന മക്കളെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സമയം ഒരുപാടായെന്നറിയാം. ഇതൊരു ഭ്രാന്തമായ വിഷയമാണ്. ആരോഗ്യമുള്ളിടത്തോളം പറഞ്ഞു തീർക്കേണ്ടതാണ്. ഈ ജീവിതം ബാക്കി എത്രയുണ്ടെന്നറിയില്ല. ഉള്ളിടത്തോളം പറയണമെന്ന മോഹമല്ലാതെ വേറെയില്ല. ഏതായാലും ഹബീബ് തങ്ങളെ സ്നേഹിച്ച ഒരുപാട് ആളുകൾ, അതിലതാ 2 ഓമന മക്കളെ കാണാം. ചുരുക്കട്ടെ, കർബലായുടെ രണാങ്കണത്തിൽ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ തല തെറിച്ചു. ആ രക്തം വീണ കുതിര ഓടിച്ചെന്ന് അതാ ഫാത്തിമ എന്ന അഹ്ലുബൈത്തിലെ മോളുടെ മുമ്പിൽ പോയി തലകുലുക്കി. അപ്പോഴറിഞ്ഞു ഹുസൈൻ തങ്ങൾ വധിക്കപ്പെട്ടു എന്ന്. തിരിച്ചു വന്നിട്ട് ഹുസൈൻ തങ്ങൾ ഷഹീദായ സ്ഥലത്ത് തല തല്ലിയിട്ട് ആ മൃഗം മരിച്ചു. എനിക്കിനി ആരുടെയും മൂട് താങ്ങാനാവുകയില്ല, ആരെയും വഹിക്കാൻ എനിക്ക് കഴിയില്ല എന്നതിനൊക്കെ അവിടെ വെച്ച് ഷഹീദായി. താരീഖു കർബലയിലുള്ളതാണ് ഇതെല്ലാം. ആ നിലക്ക് ഒരുപാട് അഹ്ലുബൈത്തിലെ മെമ്പർമാരെ കൊന്നുകളഞ്ഞു. കുഞ്ഞു മക്കളെ ജയിലിലടച്ചു. കൂട്ടത്തിൽ 2 ഓമന മക്കളെ പിടിച്ച് ജയിലിലിട്ടു. ചുരുക്കി പറഞ്ഞു നിർത്തിക്കോളാം. കൗമാരപ്രായക്കാരായ 2 മക്കളെ പിടിച്ച് ജയിലിലിട്ടു. 1 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ജ്യേഷ്ഠൻ അനുജനോട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഇവിടെ കിടന്നാ നമ്മുടെ ജീവിതം തീർന്നു പോകും. അതുകൊണ്ട് പാറാവുകാരനോടൊന്ന് പരാതി പറഞ്ഞാലോ, ഒന്ന് ശുപാർശ തേടിയാലോ. പാറാവുകാരൻ വന്നു. അയാളോട് ചോദിച്ചു, റസൂലുള്ളാഹിനെ അറിയുമോ? അപ്പൊ പറഞ്ഞു, അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ജഅഫർ ബിൻ അബി താലിബിനെ അറിയുമോ? അതെ, അറിയുമല്ലോ. ബത്തലുൽ മൂത്താവ ഇമാമുൽ മുസ്ലിമീൻ, മൂത്തത്തിൽ ഷഹീദായ മഹാനല്ലേ. എന്നാൽ ആ ജഅഫർ ബിൻ അബി താലിബിന്റെ മക്കളിൽപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണ് ഞങ്ങൾ. അഹ്ലുബൈത്തിലെ മക്കളായ ഞങ്ങളെയാണ് നിങ്ങൾ ഈ ജയിലിട്ട് പട്ടിണി കിടത്തി പീഡിപ്പിക്കുന്നത്. അപ്പൊ ഈ പാറാവുകാരൻ കാൽക്കല് വീണു, മക്കളെ ക്ഷമിക്കണം, പൊരുത്തപ്പെടണം. രാത്രിയായി ഈ ജയില് തുറന്നു. ഈ 2 മക്കളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് പെരുവഴിയിലൂടെ നടന്ന് പൊതുവഴിയിലെത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോ. ഈ മക്കള് നടക്കുകയാണ്. നടന്ന് പ്രായമുള്ള ഒരു തള്ളയുടെ വീട്ടിന്റെ മുമ്പിലെത്തി. അല്പസമയമൊന്ന് വിശ്രമിച്ചോട്ടെ അവരനുവദിച്ചു. കയറി വിശ്രമിച്ചു. അപ്പോഴാണ് ആ വീട്ടിലെ മരുമകൻ വന്നിട്ട് പറയുന്നു, 2 കുട്ടികൾ ജയില് ചാടിപ്പോയിട്ടുണ്ട്, അവരെ പിടിച്ചു കൊടുത്താൽ ഇനാം തരാമെന്ന് ഇബ്നു സിയാദ് ഓർഡർ ഇട്ടിട്ടുണ്ട് ഭരണാധികാരി.
അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, ഇവിടെ 2 കുട്ടികളുണ്ട്, അവരെയാണെങ്കിൽ ഞാൻ തരില്ല. ഈ മക്കള് വീണ്ടും അവിടുന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അതാ ഈ മക്കള് നടന്ന് പിന്നെയും മുന്നോട്ട് പോയി. ഒരു മുതലാളിയുടെ കയ്യിൽ അകപ്പെട്ടു. ആ മുതലാളി പിടിച്ചിട്ട് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കൊണ്ടുപോയി. അടിമയുടെ കയ്യിൽ വാള് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മക്കളെ അങ്ങ് കൊന്നുകളയാൻ. ഊരിപ്പിടിച്ച വാളുമായി അടിമ അടുത്ത് ചെല്ലുമ്പോ ഈ മക്കള് പറഞ്ഞു, ഞങ്ങള് അഹ്ലു ബൈത്തിലെ മക്കളാണ്, ഞങ്ങളെ കൊന്നിട്ട് നിനക്കെന്തു കിട്ടാനാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ അതാ പ്രേമിച്ച് പ്രണയിച്ച മക്കൾ അവിടെ പറഞ്ഞപ്പോഴേക്ക് ഈ അടിമ വാള് വലിച്ചെറിഞ്ഞിട്ട് യൂഫ്രട്ടീസ് നദിയിലേക്ക് അങ്ങൂളിയിട്ട് പോയി. മുതലാളിക്ക് ദേഷ്യം പിടിച്ചു. മകന്റെ കയ്യിലേക്ക് വാള് കൊടുത്തു. മകൻ അടുത്തേക്ക് ഊരിപ്പിടിച്ച വാളുമായി വന്നു. അപ്പോഴേ മക്കള് പറഞ്ഞു, ഞങ്ങൾ അഹ്ലു ബൈത്തിലെ മക്കളാണ്, ഞങ്ങളെ കൊന്നിട്ടെന്തു കിട്ടാനാണ്? നീ നിന്റെ ആഖിറം നഷ്ടപ്പെടുത്തണോ എന്ന് ചോദിച്ചപ്പോ ഫഅല ഹാദ ശാബു കമാ ഫഅലൽ ഗുലാം, അടിമയെ പോലെ വാള് വലിച്ചെറിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരനും അങ്ങ് നടന്നു. നദിയിലെ കുളിയിട്ടിറങ്ങി. ദേഷ്യം പിടിച്ച മുതലാളി സ്വന്തം വാളുമെടുത്തിട്ട് വന്നു ഈ മക്കളെ കൊല്ലാൻ. അപ്പ പറഞ്ഞു, ഞങ്ങൾ അഹ്ലു ബൈത്തിലെ കുട്ടികളാണ്. ഇയാള് പറഞ്ഞു, അതൊന്നും ഇവിടെ കേൾക്കേണ്ടതില്ല, എനിക്കതൊന്നും അറിയേണ്ടതില്ല. അപ്പൊ പറഞ്ഞു, ഞങ്ങള് ചെറിയ മക്കളല്ലേ, ഞങ്ങളെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്തു കിട്ടാനാണ്? ഇല്ല, അതൊന്നും ഇവിടെ പറയേണ്ടതില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അന്ത്യാഭിലാഷം നടപ്പിലാക്കാൻ അവസരം തരാം എന്ന് പറയുമ്പോ ഈ മക്കള് പറഞ്ഞു, എടാ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ലടാ. ലഹു ഹീമമുല്ല മുൻതഹലി കിബരിഹാ വഹിമ്മതുഹു സുഗ്റാ അജല്ലു മിനദ്ദഹരി. നീ വിചാരിച്ചോ ഞങ്ങൾക്ക് പേടിയാണെന്ന്? പേടിയൊന്നുമില്ല. നീ കണ്ടത് ചെയ്തോ. പക്ഷേ ഞങ്ങൾക്കൊരന്ത്യാഭിലാഷമുണ്ട്, 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം തരണേ. ചെറുപ്പക്കാരെ, മിടിക്കുന്ന കൽബിന്റെ മേലെ കൈയൊന്ന് വെക്കുമോനെ. ആ മിടിപ്പ് തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? അതിനൊരു എൻഡ് ഉണ്ട് മോനെ. നീ നിന്റെ മൊബൈലിൽ സ്റ്റോപ്പ് വാച്ച് ടൈമർ ഒന്ന് ഓണാക്കി നോക്ക് മോനെ. അതോടും പോലെയാണ് നിന്റെ കൽബോടുന്നത്. ദിഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി. അല്ലാഹു തആല നേരത്തെ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഇത് 1,00,000 തവണ മിടിക്കണമെന്ന് ഒരാൾക്ക്, 2,00,000 തവണ മിടിക്കണമെന്ന് വേറൊരാൾക്ക്, എത്രയോ തവണ മിടിക്കണമെന്ന് അല്ലാഹ് ഫീഡ് ചെയ്തിട്ടുള്ള സമയമല്ലാതെ ഒരു മിടിപ്പ് കൂടി അധികം ഹാർട്ട് പെടക്കില്ല മോനെ. ചിലപ്പോ മിടിപ്പ് തീരാനായോന്നറിയില്ല മോനെ. അതുകൊണ്ടൊന്ന് നെഞ്ചത്ത് കൈവച്ചിട്ടാലോചിക്ക്, എത്ര വഖത്ത് നിസ്കാരമാണ് ഖളാക്കിയത്, എത്ര സുബഹിയാണ് ഉറങ്ങിക്കളഞ്ഞത്, എത്ര ളുഹറാണ് കപ്പലിൽ തൊലച്ചത്, എത്ര അസറാണ് കരയിൽ കറങ്ങിയത്,
എത്ര നിസ്കാരമാണ് ശ്രദ്ധിക്കാതെ പോയത്, വിലയിരുത്തുമോനെ. പടക്കളത്തിലെ കൊലവാളിന്റെ കീഴിലും 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞ കൗമാരപ്രായക്കാരായ മക്കള് പോയി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വരുന്നു. എന്നിട്ട് കൈ ഉയർത്തുകയാണ്, അല്ലാഹുമ്മ ഹ്കും ബൈനനാ വബൈന ഹാദർ റജുലി ഫീ യൗമിൽ ഖിയാമ. പടച്ചവനെ, ഞങ്ങളുടെയും ഇവന്റെയും ഇടയിൽ നാളെ പരലോകത്ത് നീ വിധിക്കണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഈ മക്കള് പുലിക്കുട്ടികളെ പോലെ ചാടിയിറങ്ങി ചെയ്യേണ്ടത് ചെയ്തോടാന്ന് പറഞ്ഞപ്പോ ഒരാളെ പിടിച്ചു കിടത്തിയിട്ട് കഴുത്തിലേക്ക് കത്തിവെക്കുന്നു. രക്തം ചീറിത്തെറിക്കുന്നു. സഹോദരൻ ആ രക്തം കയ്യിലങ്ങ് വാങ്ങുന്നു. ആ അറുക്കപ്പെടുന്ന സഹോദരന്റെ ബോഡിയിൽ പുരട്ടിക്കൊടുക്കുന്നു. രണ്ടാമതും രക്തം വാങ്ങുന്നു, സ്വന്തം ബോഡിയിൽ പുരട്ടുന്നു. എന്നിട്ട് പറഞ്ഞു, റബ്ബേ, ഞങ്ങള് ഷഹീദാണ് എന്നതിന് നാളെ നിന്റെ കോടതിയിലേക്കുള്ള തെളിവാണ്. അതുകൊണ്ട് ഇവനെ നാളെ വെറുതെ വിടല്ലേ റബ്ബേ. ഈ ധിക്കാരിയായ മനുഷ്യൻ ഈ മക്കളുടെ കഴുത്തറുത്തിട്ട് ഉടല് യൂഫ്രട്ടീസ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. തല കൊണ്ടുപോയി ഇബ്നു സിയാദിന്റെ മേശപ്പുറത്ത് വെച്ചുകൊടുത്തു ഇനാം കിട്ടാൻ. ഇതുപോലെ റസൂലുള്ളാന്റെ കുടുംബം വേദനിച്ചിട്ട് തന്ന മതത്തെ നമ്മൾ അവഗണിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തൗബ ചെയ്തോ, ദീനിയായി ജീവിച്ചോ, റസൂലുള്ളാനെ പ്രേമിച്ചോ, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. സ്വലാത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങുമ്പോ രാത്രി വരുന്നു. അതാ പൂർണേന്ദുവിന്റെ സമാനമായ മുഖത്തോടെ വന്ന് സമ്പൂർണമായി റസൂലുള്ളാനെ കാണാൻ ഒരുപാട് തവണ മനാമിലും യഖ്ളത്തിലും ഭാഗ്യം തരണേ അല്ലാ, കാണിച്ചു തരണേ അല്ലാ. സുയൂത്തി ഇമാമ കണ്ടിട്ടുണ്ടല്ലോ, അശ്അരി ഇമാമ കണ്ടിട്ടുണ്ടല്ലോ, അബൂ ഹനീഫ തങ്ങള് കണ്ടിട്ടുണ്ടല്ലോ, അനസ് ബിൻ മാലിക് തങ്ങള് കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ എത്രയോ ഇമാമുകളാണ് കണ്ടുപോയതായി കിതാബിലുള്ളത്, എത്രയോ ആളുകളാണ് കണ്ടതായി ഞങ്ങൾക്കറിയുന്നത്. ഞങ്ങളുടെ ഉസ്താദുമാര് കണ്ടത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്കും ഞങ്ങൾക്കുമെല്ലാം ഒരുപാട് തവണ റസൂലുള്ളാനെ കാണിച്ചു തരണേ അല്ലാ. اللهم عرفنا وجهه، اللهم عرفنا وجهه، اللهم عرفنا وجهه. ഒരുപാട് തവണ ആ മുഖമൊന്ന് കാണിച്ചു തരണേ അല്ലാ. ആ നിയത്തോടെ ഒരൽപ്പ സ്വലാത്ത് ചൊല്ലണം. റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് കിട്ടാൻ ആശ വെക്കണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് മുഴുവനും കബൂലാക്കി തരട്ടെ. ഒരൽപ്പ സ്വലാത്ത് ചൊല്ലണം റസൂലുള്ളാഹിന്റെ പേരിൽ. എന്നിട്ട് നമുക്ക് ദുആ ഇറക്കണം. വിഷമിക്കേണ്ടതില്ല. റസൂലുള്ളാഹി തങ്ങൾ ഔദാര്യത്തിന്റെ നേതാവാണ്. അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ ഇങ്ങോട്ട് കൂടുതൽ സ്നേഹിക്കുന്ന നേതാവാണ്. അങ്ങോട്ട് അടുക്കുമ്പോൾ ഇങ്ങോട്ട് കൂടുതൽ അടുക്കുന്ന നേതാവാണ്. ആ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് കാണാൻ ആശിച്ചാൽ കാണാൻ അവസരം തരുന്ന നേതാവാണ്. യാ സയ്യിദി ഖുദ് ബിയദി യാ റസൂലല്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.